ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിനോട് ചേർന്നുള്ള GST ഭവനിലാണ്. അപ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് ആ ഒരു ദയനീയ കാഴ്ച കണ്ടത്. ഞങ്ങൾ പറഞ്ഞ ആ ദയനീയ കാഴ്ച എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിന്റെ ഡ്രെയിനേജ് മൊത്തം പൊട്ടി ഒരു സൈഡ് വഴി ഒഴുകി നടക്കുകയാണ്. അതിൽ ഒരു പോർഷൻ മൊത്തം വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അത് ഏകദേശം ഒരു മാസമായിട്ട് പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ GST ഭവനിൽ ക്യാൻറ്റീനിൽ കഴിക്കാൻ വരികയാണെങ്കിൽ ഡ്രെയിനേജ് വാട്ടറിൽ കാല് കഴുകിയിട്ട് അകത്ത് കയറാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഓൾമോസ്റ്റ് കഴിക്കാൻ പറ്റാതെ ആവും. പിന്നെ ഇതിന് വേറൊരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിനോട് ചേർന്നാണ് നമ്മുടെ പ്രസ് ക്ലബ്ബ് ഉള്ളത്. അവർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. കോർപ്പറേഷനിലൊന്നും ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഏകദേശം ഒരു മാസം കൊണ്ട് ഈ അവസ്ഥ തുടരുകയാണ്. അപ്പം ഇതിനെതിരെ കണ്ടപ്പോൾ തന്നെ നമുക്ക് സഹിക്കാത്തതാണ് നമ്മളിത് പ്രതികരിച്ചത്. GST ഭവന്റെ തൊട്ടടുത്ത് അനക്സ് 2-ഉം റൈറ്റ് സൈഡിൽ പ്രസ് ക്ലബ്ബും ആണ്. ഇവരിലുള്ള സ്റ്റാഫുകൾ എല്ലാവരും മിക്കവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ക്യാൻറ്റീനിലാണ് വരുന്നത്. അപ്പോൾ ക്യാൻറ്റീൻ വരുന്നവർ എന്തായാലും ഈ വെള്ളം പാസ് ചെയ്ത് നമുക്ക് ക്യാൻറ്റീനകത്തോട്ട് കയറാൻ പറ്റും. ഞാൻ ക്യാൻറ്റീനകവും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ അറിയാൻ പറ്റും. അത് ഈ വഴിയാണ് ഇറങ്ങുകയും പോവുകയും ചെയ്യുന്നത്. അപ്പൊ ഇവരാരും എന്തുകൊണ്ട് ഇതിന് പ്രതികരിക്കുന്നില്ല? കാര്യം ഇത്രയും സ്മെല്ല് വരുന്നുണ്ട്. തൊട്ടടുത്ത് ഇതിനകത്ത് ഡ്രൈവേഴ്സ് ഒരു ക്യാബിൻ പോലെ ഉണ്ട്. അവർ അവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അവർ ഈ സ്മെല്ല് സഹിക്കാൻ വയ്യാതെ അവർ പുറത്തു കൊണ്ടുവച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ ക്യാൻറ്റീൻ ഇരിക്കുന്നവർക്കും പാസ് ചെയ്ത് പോകുന്ന ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ ആയിട്ടും എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല? ഇതിലുള്ള ആരും പ്രതികരിക്കാതെ ഞങ്ങൾക്ക് എന്തായാലും ഇത് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, അഥവാ കോർപ്പറേഷനിൽ ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയിലൂടെ അവരിത് അറിഞ്ഞ ഉടനെ ഇതിനെതിരെ ആക്ഷൻ എടുക്കട്ടെ. അപ്പോൾ ഈ കാര്യം കണ്ടിട്ടും പ്രതികരിക്കാത്ത ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അവർക്ക് പ്രതികരിക്കേണ്ട ഒരു അവസരം കൂടിയുണ്ട്. നിങ്ങൾക്ക് പ്രതിഷേധവും പ്രതികരണവും നമ്മുടെ വീഡിയോക്ക് ജസ്റ്റ് ഒരു കമന്റ് ആയിട്ട് ഇടുക. അധികാരികളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ.